ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മഹേന്ദ്ര സൈലോൻ്റെ റിയർ കോയിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 7 സീറ്റർ വണ്ടികളിൽ 2 കൂളിംഗ് കോയിലുള്ള കാര്യം പലർക്കും അറിയില്ല. ഫ്രണ്ടിലെ കൂളിംഗ് കോയിലിൽ നിന്ന് ഡക്റ്റ് വഴിയാണ് ബാക്കിലേക്ക് കൊടുക്കുന്നതെന്നാണ് പലരുടെ ധാരണ. പക്ഷേ ഒട്ടുമിക്ക 7 സീറ്റർ വണ്ടികളിലും 2 കൂളിംഗ് കോയിൽ ഉണ്ട്, അതായത് ഇവാപ്പറേറ്ററുകൾ. മഹേന്ദ്ര സൈലോൻ്റെ റൈറ്റ് സൈഡിൽ, അതുപോലെ തന്നെ ഇന്നോവയുടെ റൈറ്റ് സൈഡിൽ, ബാക്ക് സൈഡിലായിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ കൂളിംഗ് കോയിൽ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. റിയർ കൂളിംഗ് കോയിൽ ലീക്ക് അതിനെ തുടർന്നാണ് ഇതിൻ്റെ റിയർ കൂളിംഗ് കോയിൽ അയച്ചത്. ഇതാണ് റിയർ കൂളിംഗ് കോയിൽ. ഫ്രണ്ടിലെ കൂളിംഗ് കോയിലിനെ അപേക്ഷിച്ച് ചെറിയ കോയിലായിരിക്കും ബാക്കിൽ. ഈ കാണുന്നതാണ് ലീക്കായ കോയിൽ, ഇത് പുതിയ കോയിൽ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വാൽവും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വാൽവും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കേസിലേക്ക് കയറണം. ഇതാണ് റിയർ കൂളിംഗ് കോയിൽ വരുന്ന കേസ്. ഇനി നമുക്ക് കേസിലേക്ക് ബ്ലോവർ സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് റിയർ കോയിൽ ബാക്കിലിരിക്കുന്നത്. ഇതൊരു ഡക്റ്റിൻ്റെ സഹായത്താൽ ടോപ്പിലേക്ക് എയർ കടത്തിവിടുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഡക്റ്റും അതുപോലെ തന്നെ ഓസും കണക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഡക്റ്റ്, ടോപ്പിലേക്ക് കൊടുക്കുന്ന ഡക്റ്റ് ഇതാണ്. ഡക്റ്റ് വഴി ഈ ഹോളിൽ കൂടെയാണ് ടോപ്പിലെ 4 ഗ്രില്ലിലേക്കും കാറ്റ് പോകുന്നത്. ഈ പൊസിഷനിലാണ് ഡക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലോവറിൻ്റെ റെസിസ്റ്റൻസ് സോക്കറ്റുകൾ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായി കൊടുക്കേണ്ടത് പൈപ്പ് കണക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കണക്ഷൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പ്, വയറിങ്, ഡക്റ്റ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ കവറും സീറ്റും അതുപോലെ തന്നെ പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലെ പാഡും കാര്യങ്ങളും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ റിയറിലെ സീറ്റ് കൂടി പിടിപ്പിക്കേണ്ടതുണ്ട്. 7 സീറ്റിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റ് ആദ്യമേ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിടിപ്പിക്കണം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റും കാര്യങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാപ്പും കാര്യങ്ങളും ഇട്ടാൽ മതി, നമ്മുടെ വർക്ക് ഫിനിഷ് ആവും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് വിലയുക മാത്രം നമുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്. നമ്മൾ 200 PSI പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഇനി വേക്കം ചെയ്ത് ഗ്യാസ് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഞെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.